ഹലോ എവ്രിവൺ, എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു വർഷം ആശംസിക്കുന്നു. അപ്പോൾ 4ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ കൂടിയാണിത്. നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മളെല്ലാവരും കാത്തിരുന്ന LSS പരീക്ഷയുടെ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പേരിൽ പോലും ഇപ്രാവശ്യം വലിയ മാറ്റങ്ങളുണ്ട് അല്ലേ. CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ് ഇനി മുതൽ LSS എക്സാം അറിയപ്പെടാൻ വേണ്ടി പോകുന്നത്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്രാവശ്യത്തെ എക്സാമിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും, അവർ PSC എക്സാം എഴുതുന്നുണ്ട്, അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല തരത്തിലുള്ള ഡയറക്റ്റ് അല്ലാത്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് പോലും ഇപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ശീലിച്ചു വന്നിരുന്നത്. പക്ഷേ ഇനി മുതൽ ഇതങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ചോദ്യം ഉണ്ടാവുക. നമ്മളെടുത്തുനിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ആയിരിക്കത്തില്ല കാണാൻ വേണ്ടി പോകുന്നത്. നമ്മളോടിപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ് എന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് എഴുതുന്നതായിരുന്നു പണ്ടത്തെ ഒരു പാറ്റേൺ എങ്കിൽ, ഇപ്പോൾ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ചോദ്യത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ജവഹർലാൽ നെഹ്റുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ. അപ്പോൾ 2 ശരിയായിരിക്കും, ചിലപ്പോൾ 2 തെറ്റായിരിക്കും. അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കൃത്യമായിട്ട് എന്താണ് സംഭവം, ഇപ്പോൾ ഇന്ത്യയിലെ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, ഉപ്പ് സത്യാഗ്രഹമാണെന്ന് വിചാരിച്ചോ, ഉപ്പ് സത്യാഗ്രഹം നടന്നത് എപ്പോഴാണെന്ന് മാത്രം പഠിച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ ഇനി കാര്യമില്ല എന്നർത്ഥം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും വലിയൊരു ചേഞ്ച് വന്നു, എങ്ങനെ നമ്മൾ ഇതിനെ നേരിടും എന്നുള്ളതായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും ചിന്ത. നിങ്ങൾ അങ്ങനെ ഒരു ടെൻഷനിലാണുള്ളതെങ്കിൽ ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. LSSനും അതേപോലെ തന്നെ ആനുവൽ എക്സാമിനും ഒക്കെ പഠിക്കുന്ന 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമുക്കൊരു ബാച്ച് ഉണ്ട്. നമ്മുടെ ബാച്ചിൻ്റെ പേരെന്ന് പറയുന്നത് പ്രാണ ബാച്ചാണ്. അപ്പോൾ പ്രാണ ബാച്ചിലേക്കുള്ള എൻ ഗെയിം ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSSന് വേണ്ടി മാത്രമുള്ള ബാച്ചായിട്ടുള്ള ജ്വാല ബാച്ച് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, വേറൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് കൂടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്മാർട്ട് വാച്ച് ഒക്കെ ഇഷ്ടമല്ലേ? അപ്പോൾ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടിലനായിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് കൂടിയുണ്ട്. NY15 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 15% ഡിസ്കൗണ്ടും ഉണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ, ഈ കൂട്ടത്തിലെ ഭാഗ്യശാലികൾക്ക് കിടിലൻ സ്മാർട്ട് വാച്ചാണ്. ഒരാൾക്കല്ല കേട്ടോ, 5 പേർക്ക് കിടിലൻ സ്മാർട്ട് വാച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗിഫ്റ്റായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു സമയമാണ്. ന്യൂ ഇയറിന് ഓരോരുത്തരും ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാറില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യങ്ങളിൽ നന്നായിട്ട് പഠിക്കണമെന്നും LSS ക്രാക്ക് ചെയ്യണമെന്നൊക്കെ ആയിരിക്കത്തില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ടതാണ്. നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തോളൂ. മാറുന്ന എക്സാം പാറ്റേണുകൾക്കനുസരിച്ച് തന്നെ നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ പഠനം ക്രമീകരിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ സൈലത്തിലെ ടീച്ചേഴ്സും ഉണ്ട്. സോ റെഡി ആയിക്കോളൂ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം.